മുഴുവൻ രാമായണം വായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പറയുന്നത് സുന്ദരകാന്ഡം വായിക്കാനാണ്. അതാണ് ഏറ്റവും മനോഹരമായ സമയം. അതായത് അവിടെ പോയി ഹനുമാൻ സ്വാമി പോയി സീതയെ കണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന ആ സമയം ശ്രീരാമ പട്ടാഭിഷേകം. അപ്പൊ അത് ഇരുത്തി നമ്മളത് വായിക്കുന്നത് ഒന്ന് മഴക്കാലം. ഈ 4 മാസങ്ങളിൽ മഹാവിഷ്ണു പാലായുടെ താഴെ റെസ്റ്റ് എടുത്ത് ഉറങ്ങിയാണ്. ദീപാവലി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരുള്ളൂ. നോർത്ത് ഇന്ത്യയിലെ 4 മാസം, നമുക്ക് മഴ 1 മാസമായതുകൊണ്ടും കർക്കിടകത്തിൽ നമ്മളിത് വായിക്കുന്നത് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റും. മഴ കാരണം നമ്മൾ പുറത്തുപോയി ഒരുപാട് അസുഖങ്ങളും ദീനങ്ങളും വരുന്ന സമയമാണ്. മഴക്കാലത്ത് ഇപ്പോൾ ഡോക്ടർക്കറിയാം നമ്മുടെ കോൾഡ് ക്ലൈമറ്റിൽ നമ്മുടെ ദഹനം പാതിയാണ്. അതുകൊണ്ടാണ് മത്സ്യമാംസാദികൾ കഴിക്കാതെ പകുതി ആഹാരം കഴിച്ച് നമ്മൾ വിളക്ക് കത്തിച്ച്, വിളക്ക് എന്ന് പറയുമ്പോൾ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ അതിൽ അയണാണ്. ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലുമ്പോൾ സൗന്ദര്യം, ആരോഗ്യം ഇതെല്ലാം വർദ്ധിക്കും. പിന്നെ ശ്രീരാമനെ നോക്കുമ്പോൾ അദ്ദേഹം എന്നും നൽകിയത് മാത്രമേ ഉള്ളൂ. സീതാദേവിയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം ഞാൻ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കണമെന്ന്, ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാളെ വെളുപ്പിന് വരെ തുടരുകയാണ്. അതിലെല്ലാവരും ഭാഗമാവണമെന്നും ഈ പുണ്യമാസത്തിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകളും അറിയിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടകനെ ഞാൻ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷവും ശ്രീ ചിത്രകലാ സംഗീത നൃത്ത നാട്യകലകളിലും ഇതുപോലെ രാമായണ മാസത്തിൽ രാമായണ പാരായണത്തോടൊപ്പം തന്നെ അഹോരാത്ര രാമായണ പാരായണം നടത്താറുണ്ട്. അതിൻ്റെ ഐശ്വര്യം ഇതെല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മുടെ സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന മറ്റു സംസ്കാരത്തിൽ ഒരുപാട് വ്യത്യസ്തമാണ്. നൂറ്റാണ്ടുകളിലുള്ള ആയിരങ്ങൾ വർഷം പഴക്കമുള്ള സംസ്കാരമാണ്. എനിക്ക് സായിപ്പ് തന്നെ പറയണ്ടായിരുന്നു, നിങ്ങളുടെ ഇതിൽ 1 മാസം വായനാ മാസം ഉണ്ടല്ലോ. രാമായണ പാരായണം സായിപ്പ് മനസ്സിലാക്കി നമുക്ക് 1 മാസം വായിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന 1 മാസമാണ് സായിപ്പ്. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമാണ്, നമ്മുടെ ജീവിത രീതിയിൽ ചിട്ടപ്പെടുത്തേണ്ട മാസം. ഏറ്റവും നമ്മൾ പ്രകൃതിയെ നോക്കിയാൽ അറിയാം, പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം ദുർബലമാകുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. ഇപ്പൊ കർക്കിടക മാസത്തിൽ ഈ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന ഒരു കർക്കിടക മാസമാണ്. ഭഗവാൻ പണ്ട് പറയുന്നത് കണക്കെടുക്കുന്ന മാസമാണ്. അപ്പൊ നമ്മുടെ ആ മാസത്തിൽ മനുഷ്യന്റെ ജീവിത രീതി ചിട്ടപ്പെടുത്തുന്നതിന് കൂടെ ഉള്ള ഒരു മാസമാണ് രാമായണ മാസമായി കാണുന്നത്. മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി നമ്മുടെ വെജിറ്റേറിയനിലേക്ക് വന്നു ഭക്ഷ്യമാർഗത്തിലൂടെ നമ്മൾ പ്രതിസന്ധിക്ക് വിളക്ക് കത്തിച്ച് വെച്ച് എല്ലാ വിളക്കത്തിന് വീടുകളിൽ പോലും എല്ലാ ആ ദിവസങ്ങളിൽ രാമായണ പാരായണം ചെയ്യുന്ന ഒരു സംസ്കാരം ഭാരതത്തിന്റെ മാത്രമായ പൈതൃകമായിട്ടുള്ള സംസ്കാരമാണ്. അത് വരുന്ന തലമുറയ്ക്ക് അന്യാധീനപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അത് വളരെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള മുൻകൈ എടുക്കുന്ന ശ്രീ ധർമാലയകൃഷ്ണൻ സാർ അവർ അടക്കമുള്ള ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം അവരെ അഭിനന്ദിക്കേണ്ടതാണ്. ഈ നന്ദി അവരോടും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ നന്ദി കൃഷ്ണൻ സാറിന് നേതൃത്വം കൊണ്ട് അദ്ദേഹത്തിന് പറയുകയാണ്. ഇത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഇപ്പം നമ്മൾ നോക്കേണ്ടത്. ഇനിയുള്ള പലതും നമ്മുടെ പൈതൃകമായിട്ടുള്ള പലതും അന്യാധീനപ്പെട്ടു പോകുന്ന, മറന്നു പോകുന്ന, സമയമില്ലാതായി പോകുന്ന, അച്ഛനെയും അമ്മമാരെ പോലും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ഒരു നൃത്തത്തിലേക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഈ ഒരു ശ്രമത്തിന് പ്രത്യേകം അഭിനന്ദനീയമാണ്. അതുപോലെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മനസ്സിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण ശ്വാസമായി മാറ്റിയ ശ്രീ ഹനുമാൻ സ്വാമി കൈകൊടുങ്ങി ഹനുമാൻ സ്വാമി തുണയ്ക്കണമെന്നു ശ്രീരാമദാസരാമാഞ്ജനേയ ശ്രീരാമദാസരാമാഞ്ജനേയ ഹനുമാൻ സ്വാമി തുണയ്ക്കണമെന്നു ശ്രീരാമദാസരാമാഞ്ജനേയ ഹനുമാൻ സ്വാമി തുണയ്ക്കണമെന്നു ശ്രീരാമദാസരാമാഞ്ജനേയ ഹനുമാൻ സ്വാമി തുണയ്ക്കണമെന്നു ശ്രീരാമദാസരാമാഞ്ജനേയ ഹനുമാൻ സ്വാമി തുണയ്ക്കണമെന്നു ശ്രീരാമദാസരാമാഞ്ജനേയ हरे नमस्ते नारायण नमस्ते नरकारे नमस्तेश्वरा शौर्ये नमस्ते जगत्पते निन्दिरुवणि मायादेविയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു തത്വാദി ഗുണത്രയമാശ്രയിച്ചെന്നിനിത്ത ഉത്തമന്മാർക്കു പോലും നന്ദനുണ്ടായിരുന്നു നാശ കേട്ടൊരു പണ്ഡി ചന്ദനത പരമാനന്ദാകുലനായ പുത്രജന്മത്തജന്മ പ്രത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്രവൈക്രാഭ്യം കണ്ടു ശനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ യാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ യാതനായതു കൈകേക്കി സുതൻ പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരുണ്ടായി ഇരുവരും അമിന്ദ്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തതു സന്തോഷം കൊണ്ട് അസുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗക വസ്ത്രാഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം പിന്നവർ നാട്ടിലുമുണ്ടായത് മഹോത്സവം കണ്ണുകളായിരിക്കും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിവന്റെ രമിച്ചിടുന്നു നിത്യ രാമായണത്തിലെ സ്വാതന്ത്ര്യാഭിപ്രായം എന്താണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തെ പറ്റി ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന് ദേഷ്യം വരും ശ്രീരാമൻ്റെ അഭിഷേക വിഘ്നം നടത്തി ഭരതൻ രാജാവാക്കണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ നടന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവരെല്ലാം പിടിച്ചിട്ട് അച്ഛനെയും ഒക്കെ പിടിച്ചു കെട്ടി പരിബന്ധികളാക്കി ഞാൻ രാമാഭിഷേകം നടത്തുമെന്ന് ലക്ഷ്മണൻ പറയും. മനസ്സിലായി? അപ്പോൾ ആ കോപം കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ലക്ഷ്മണോപദേശം. ഒരു ആധ്യാത്മികമായ ഉപദേശമാണത്. പിന്നെ ലക്ഷ്മണൻ വന്നിട്ട് അനന്തൻ്റെ അവതാരമാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ശംഖുചക്രങ്ങൾ വരത് ശത്രുഘ്നന്മാരാണ്. വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായവരൊക്കെ. ശ്രീരാമൻ വിഷ്ണു. മനസ്സിലായി? രാമായണത്തിലെ സ്വാതന്ത്ര്യാഭിപ്രായം എന്താണ്? രാമായണം വായിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട
രജോ ഗുണ തമോ ഗുണങ്ങളെല്ലാം മായും. മനസ്സിലായി? അപ്പം സത്വഗുണം കൂടുതൽ പ്രശോഭിക്കും. അതാണ് രാമായണത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം. മനസ്സിലായി? അപ്പോൾ അത് രാമായണത്തിൽ കൂടെ കിട്ടുള്ളൂ. കാരണം ഇതിന് ഒരു പ്രത്യേക അധ്യാത്മ രാമായണത്തിനൊരു ഗുണം എന്തെന്ന് വെച്ചാൽ അഹോരാത്രം പാരായണം ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു ദിവ്യത്വം രാമായണത്തിന് കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക പ്രയോഗമാണ്. എഴുത്തച്ഛൻ ശ്രീരാമന് വാൽമീകി അയോധ്യയിലെ രാജാവായി കാണുമ്പോൾ എഴുത്തച്ഛൻ രാമന് ദൈവമായിട്ട് കാണുകയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ രാമനെ ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും സ്തുതികൾ വരില്ല. മനസ്സിലായില്ലേ? മറ്റേ അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പബ്ലിക്കായിട്ട് അധിക്ഷേപിക്കും. അപ്പോൾ ആ ദൗർബല്യത്തെ മാറ്റാനായിട്ട് രാമായണത്തിന് ആവയാനം കൊണ്ട് മാറ്റാൻ കഴിയും. കൊച്ചുകുട്ടികളായിരിക്കും പോലെ മറ്റേ പിള്ളേര് വിളയാട്ടെന്ന് പറയും പോലെ അവർ ചില കുസൃതികളെ കാണിക്കുമ്പോൾ അവരൊന്ന് കുറേയൊക്കെ ദേഷ്യപ്പെടുകയും ചെറിയ കമ്പെടുത്ത് ചെറിയ ഈക്കിൽ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പതുകൊണ്ട് അല്ലെങ്കിൽ ചെവിയെ പിടിച്ച് മുറുക്കുകയൊക്കെ ചെയ്യുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതാണെന്ന് സാർ പറയുന്നത്? അത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ശിക്ഷ കൊടുത്ത് അവനെ നേർവഴി കൊണ്ടുവരുന്നു മാത്രം വിചാരിച്ചാൽ മതി. അത് അവരെ സത്പ്രവൃത്തികളിൽ കൂടെ വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ഉപാധിയാണത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അക്രമിയായിട്ട് വളരാൻ പാടില്ലല്ലോ. അതാണ് കാരണം. കർക്കിടക മാസമാണല്ലോ, രാമായണത്തിന്റെ സന്ദേശം ഒന്ന് പറയാമോ സാർ? ഇത് കർക്കിടക മാസമാണല്ലോ, ആ രാമായണത്തിന്റെ തത്വം ഒന്ന് പറയാം സാർ. രാമായണ തത്വം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് കേരളത്തിൽ പരക്കെ പാരായണം ചെയ്യപ്പെടുന്നത്. രാമായണത്തിന് ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അഹോരാത്രം വായിക്കാം എന്നുള്ളതാണ്. രായും പകലും സമയമൊന്നുമില്ല. സന്ധ്യ 6 മുതൽ 7 വരെയുള്ള സമയത്ത് മാത്രമേ രാമായണ പാരായണം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. അതിന് കാരണം എന്താ സാർ? അതിൻ്റെ കാരണം ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് വന്ന് സപ്തസമുദ്രത്തിൽ ധ്യാനത്തിന് സന്ധ്യാവന്ദനത്തിന് ഹനുമാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ രാമ എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന സ്ഥലത്ത് ഹനുമാൻ എത്തും. അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനം തടസ്സപ്പെടാതിരിക്കാനാണ് രാമായണം 6 മുതൽ 7 വരെയുള്ള സമയത്ത് പാരായണം ചെയ്തത് എന്ന് പറയുന്നത്. ഈ തത്വത്തെക്കുറിച്ച് 96 തത്വം ഉണ്ടെന്നോ സാർ? 96 തത്വം വെച്ചാൽ ശ്രീരാമ രാമ രാമ അത് പറയുന്നില്ല. ആദ്യത്തെ കുറേ വരികൾ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ, അതിൽ ഓരോ രാമയ്ക്കും ഓരോ അർത്ഥം വരും. അങ്ങനെ അതിൽ 96 അർത്ഥങ്ങൾ ആ രാമയ്ക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് 96 തത്വങ്ങൾ അതിനകത്ത് വരുന്നത്. അത്രയും രാമ വരും കുറേയൊക്കെ എണ്ണി നോക്കുമ്പോൾ അറിയാം. അത് അങ്ങനെ 96 തത്വങ്ങളെ അധികരിച്ച് എഴുതിയിട്ടുള്ളതാണ് എഴുത്തച്ഛൻ. ഈ രാമായണം തുടരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തുടരണം എന്ന് പറയുന്ന നിർബന്ധം ഉണ്ടോ? രാമായണത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് മനസ്സിനെ അടുപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഭക്തിയോടുകൂടി രാമായണ പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാർ വാൽമീകിയെ പറ്റി ഒന്നോ? വാൽമീകി എന്ന് വെച്ചാൽ പഴയ കാലത്ത് അയാളൊരു വേടനായിരുന്നു. അപ്പോൾ അയാൾ വെളിയിൽ ചെന്ന് പലരിൽ നിന്നും മോഷ്ടിച്ചും എടുത്തും കൊണ്ടുവന്ന് വീട്ടിലെ ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് വന്നപ്പോൾ സപ്തർഷികൾ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സപ്തർഷികൾ ആക്രമിക്കാൻ പോയി. അപ്പോഴാണ് സപ്തർഷികൾ തടുത്തിട്ട് പറഞ്ഞു, അത് നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഞങ്ങളിൽ കമണ്ടലും മറ്റു കാര്യങ്ങളേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇത്രയും കാലം കൊണ്ട് നീ മോട്ടിച്ചോണ്ടിരിക്കുകയല്ലേ, നിന്റെ ഭാര്യയോടെ ചെന്ന് ഇതിൻ്റെ പാപഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറയും. എന്തോന്ന് മറുപടി തരും എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും.
അങ്ങനെ അദ്ദേഹം രത്നാകരൻ എന്നാണ് അങ്ങനെ അന്നത്തെ പേര്, വേടൻ്റെ പേര്. അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ ഇതെല്ലാം കൊണ്ടുതരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ പാപഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് സപ്തർഷികളുടെ പറയും, മനസ്സിലായില്ലേ? അപ്പോൾ രത്നാകരൻ അത് ശരിയല്ല, അപ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ രത്നാകരൻ ചെയ്യുന്നതൊക്കെ പാഴ്വേലയായി. അതുകൊണ്ട് അത് നിനക്ക് ഒരു സന്മാർഗം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ പറയും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോകണില്ല, സ്വാമിയോട് പറയും പോലെ ചെയ്യാൻ. അങ്ങനെ രാമ എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ. അപ്പോഴത് രണ്ട് വശത്ത് നിൽക്കുന്ന മരങ്ങളുടെ നടുക്ക് കൊണ്ടിരുത്തിയിട്ട് പറയും, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറയാൻ പഠിപ്പിക്കും. അല്ല, അക്ഷാഭ്യാസം ഇല്ലല്ലോ അയാൾ. അങ്ങനെ ആ മരം ഈ മരം പറഞ്ഞ് രാമയാവും, മനസ്സിലായി? അങ്ങനെ അവിടെ ഇരുന്ന് ജപിച്ച് ഒടുവിൽ ചെതൽപുറ്റ് കയറി മൂടുകയാണ് വർഷങ്ങളായിട്ട്. അങ്ങനെ ഒടുവിൽ സപ്തർഷിമാർ തന്നെയാണ് വരുന്നത്. പിന്നീട് ഒരു സമയത്ത് വരുമ്പോൾ ഇയാളെന്താ ഇവിടെ ഒരു രത്നാകരനെ കാണാനില്ലെന്ന് നോക്കുമ്പോൾ പുറ്റാണ് കാണുന്നത്. അപ്പോൾ പുറ്റെടുത്ത് മാറ്റിയതിന് ശേഷം അയാൾ ജട പിടിച്ച് അങ്ങനെ സന്യാസിയെ പോലെ ഇരിക്കുക. അപ്പോൾ വിളിക്കും, രത്നാകരാന്ന് വിളിക്കുമ്പോൾ കഴിച്ചു വരും. ഇന്ന് മുതൽ നീ വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരെ അനുഗ്രഹിക്കും. വാൽമീകം എന്ന് വെച്ചാൽ ചെതൽപുറ്റെന്നാണ് അർത്ഥം. അതിനകത്ത് നിന്ന് ജനിച്ചു വന്നത് ഒരു പുനർജന്മമാണ്. വെച്ചാൽ ദ്വിജന്മാര് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മൺസിനെ ദ്വിജന്മാരെന്ന് പറയും. പൂണൂലിട്ടതിന് ശേഷവും പൂണൂലിന് മുമ്പേ 2 ജന്മമാണ്. അതിനുശേഷം നമ്മളെ ദ്വിജം എന്ന് പറയുന്ന പക്ഷികൾ, മുട്ടയിട്ട് വിരിയുന്ന പക്ഷികൾ. അപ്പം പക്ഷികൾ മുട്ടയിട്ട് കഴിഞ്ഞല്ലോ, പിന്നെ മുട്ട വിരിയാനൊരു ടൈമില്ലേ, അപ്പോൾ 2 ജന്മമല്ലേ. അതാണ് അവരങ്ങനെ പറയാൻ കാരണം, അല്ല വേറെ ഒന്നുമില്ല. ദ്വിജൻ എന്ന് പറയുന്ന പക്ഷികളെയും പറയും, മുട്ടയിട്ട് വിരിയുന്ന പക്ഷികളെയും ദ്വിജ എന്ന് പറയാറുണ്ട്. സഹോദര ബന്ധങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ രാമായണ വായനയിൽ ദർശിക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ ഈ സഹോദര ബന്ധങ്ങളെ പറ്റി ഒരുപാട് ഈ രാമായണത്തിൽ പറയുന്നുണ്ട്. കാരണം ശ്രീരാമനും ലക്ഷ്മണനും, പിന്നെ സുഗ്രീവനും ബാലിയും, പിന്നെ രാവണനും ശൂർപ്പണകയും, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. ശൂർപ്പണക എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടായത് തന്നെ അത് തന്നെ ഖരന്റെ സഹോദരിയാണ്. ശൂർപ്പണയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതെ, ശൂർപ്പണക ലക്ഷ്മണൻ നാസികാച്ഛേദം ചെയ്ത് അവര് ആക്ഷേപിച്ച് വിടും. അത് വേറെ ഒന്നുമല്ല, ലക്ഷ്മണനെ സ്നേഹിച്ചാണ് പോയത്, പ്രേമിച്ചു പോയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ ചേട്ടൻ്റെ സംരക്ഷകനായിട്ട് നിൽക്കാനുള്ളതാണ്, അതിനകത്ത് എനിക്കൊരു കുടുംബ ജീവിതമൊന്നും വേണ്ട എന്ന് ലക്ഷ്മണൻ തീരുമാനിക്കുകയും, അപ്പോൾ കൂടുതൽ ഇവർ ശൃംഗാരത്തിൽ കൂടെ വന്നപ്പോൾ അത് ഇയാളെ കയ്യിലെടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ നാസികാച്ഛേദം ചെയ്ത് വിടുന്നത്. അപ്പോൾ ഒരു ഇതായി. അത് കഴിഞ്ഞപ്പോൾ ഇവർ ഈ രക്തവും മാറുന്നുകൊണ്ട് രാവണ സന്നിധി ചെന്നാണ് സങ്കടം പറയുന്നത്. അങ്ങനെയാണ് രാവണൻ സീതയെക്കുറിച്ച് അറിയുന്നത്. ശൂർപ്പണകയിൽ നിന്നാണ് അറിയുന്നത്. ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്, അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതാണ് ഇയാൾ ഞാൻ ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തിച്ചപ്പോൾ വരാത്തത്. ഇവള് സുന്ദരിയായിട്ടാണല്ലോ പോണത്, രാക്ഷസിയായിട്ടല്ലല്ലോ. സുന്ദരിയായിട്ട് മൂക്ക് ഛേദിച്ചപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂക്കും മുലയും അറുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അംഗഭംഗം വരുത്തിയെന്നാണ് ഇതിന്റെ മീനിങ്. അന്നപ്പോ അവരുടെ അസൽ രൂപം വെളിയിൽ വന്നപ്പോൾ അതോടുകൂടിയാണ് പോയി കരഞ്ഞ കാര്യം പറയും. അങ്ങനെയാണോ എന്ന് പറയുമ്പോൾ അതിനേക്കാളും നിനക്ക് യോജിച്ച വരുത്തി അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും സീതയെക്കുറിച്ച്. അപ്പം സീതയെക്കുറിച്ച് പറയുമ്പോൾ രാവണൻ ആകപ്പാടെ ഒരു ഉന്മിഷമാവും. അങ്ങനെ സീതയെ കാണാനും കൂടെയാണ് അയാൾ വേഷം മാറി വരുന്നുണ്ട് ഈ പർണശാലയിൽ. അപ്പോഴും മാരീജനെ പറഞ്ഞേക്കും, നീ പോയി അന്വേഷിച്ചിട്ട് വന്ന്. ബാഹു സുബാഹു മാരീജന്മാരുണ്ട്, രണ്ടുപേരാണ്, സുബാഹുവും മാരീജനും. അപ്പോൾ ഇതിൽ മാരീജനെ പറഞ്ഞേക്കും, നിങ്ങൾ രണ്ടുപേരും പിടിച്ചുന്നതിൻ്റെ. അപ്പം മാരീജനാണ് പൊൻപാനായിട്ട് പോകുന്നതും സീതയെ കാണുന്നതും സീതയെ അകറ്റുന്നതും, മനസ്സിലായില്ലേ? സീതയെ പിടിക്കാനായിട്ട് നിന്ന് കൊടുക്കും, പിടിക്കാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ അകന്നകന്ന്
പോയപ്പോഴാണ് രാവണൻ ഇതിനകത്ത് പ്രവേശിക്കാനും പിടിച്ചുകൊണ്ട് പോകാനും കഴിഞ്ഞത്. എന്നാലും ലക്ഷ്മണൻ ഒരു അസ്ത്രം കൊണ്ട് ഒരു വര വരച്ചു കൊടുക്കും. അതാണ് ലക്ഷ്മണരേഖ. ഇത് കടന്നു വരരുതെന്ന് പറയും. അപ്പോൾ അത് കടന്നു വരാൻ സീതയ്ക്ക് പറ്റിയില്ല. പക്ഷേ രാവണൻ തന്ത്രത്തിൽ കൂടെ ഇങ്ങോട്ട് വരുത്തി. അത്രയേ ഉള്ളൂ. സീത വരുമ്പോൾ അഗ്നി വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ രാവണൻ അങ്ങോട്ട് കയറി അഗ്നി വരും. അപ്പൊ സീത ഇങ്ങോട്ട് കയറി വന്ന് പുഷ്പകുമാരത്തിൽ കയറ്റി കൊണ്ടുപോയി. ധർമ്മ സംരക്ഷണത്തിനായി ശ്രീരാമൻ അവതരിച്ചു. അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. ധർമ്മ സംരക്ഷണം എന്ന് പറയാൻ അത് ശ്രീകൃഷ്ണൻ മാത്രമേ ധർമ്മത്തിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നുള്ളൂ. ധർമ്മ സംരക്ഷണം എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ശ്രീരാമൻ ജനിച്ചത് മറ്റേ രാവണനെ നിഗ്രഹിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അപ്പോൾ രാവണൻ ഒരുപാട് അക്രമവാസന ആളല്ലേ. രാവണൻ രജോഗുണനല്ലേ. അപ്പോൾ രജോഗുണന് അക്രമവാസന മാത്രമല്ല, രാക്ഷസ കുലത്തിലെ ജനനം. അപ്പോൾ അവരുടേതായ വിക്രിയകളൊക്കെ കാണിക്കും. പക്ഷേ എന്തായിരുന്നാലും അതിന് അയാളെ ജയിക്കത്തക്കുള്ള ഒരാൾ വരണ്ടേ. അപ്പോൾ അതിന് വിഷ്ണു മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമന രാമോ രാമച്ച അപ്പോൾ നടുവിലുള്ള രാമനാണ്. 3 രാമന്മാരെ പറയുന്നുണ്ട്. അതിൽ ശ്രീരാമൻ അയോധ്യയിൽ മഹാരാജാവിന് സൂര്യകുല ജാതനായിട്ട് ജനിക്കുന്നു. ഇവിടെ 2 രാജവംശങ്ങളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് സൂര്യവംശവും ഒന്ന് ചന്ദ്രവംശവും. മനസ്സിലായില്ലേ? അതിൽ ചന്ദ്രവംശത്തിൽ വരുന്ന രാജാക്കന്മാരാണ് മറ്റേ ഭാരതത്തിലുള്ളത്. രാമായണത്തിൽ സൂര്യവംശ രാജാക്കന്മാരാണ്. അതാണ് വ്യത്യാസം. ഈ രാമായണം വായന നമുക്കൊരു സിദ്ധ ഔഷധം കഴിക്കുന്നതിൻ്റെ പ്രയോജനം ചെയ്യും എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് സാറേ, രാമായണം വായന ഒരു സിദ്ധ ഔഷധമായി എന്ന് പ്രയോജനം ചെയ്യുന്നു പറയുന്നു. അതിനെക്കുറിച്ച് രാമായണം ഒരു സിദ്ധ ഔഷധം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മീയമായ ഉത്തേജനം ഉണ്ടാകുമ്പോൾ അത് ഔഷധമായി മാറിയിട്ടാണ് അത് ഉണ്ടാകുന്നത് തന്നെ. കാരണം രാമായണത്തിൽ അങ്ങനെയുള്ള തത്വങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഊർജം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. മനുഷ്യൻ മനസ്സിന്റെ ശക്തിയാണല്ലോ മനുഷ്യന്റെ ഊർജശക്തി. അപ്പോൾ അതിന് ഈ ആധ്യാത്മികമായ രാമായണ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈശ്വരന്റെ ശക്തിയും ചൈതന്യ ശക്തിയും ആധ്യാത്മിക ജ്ഞാനവും കൂടുമ്പോൾ ഇവർക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം, അവരുടെ മാനസികമായ ഉത്തേജനം. അതിൽ കൃഷ്ണൻ പറയുന്നുണ്ട് പണ്ട് ഗീതയിൽ, ഉദ്ധരേത് ആത്മാനം ആത്മാനം അവസാധേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്നാണ് ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആത്മീയമായ ഉണർവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട് വേറൊന്നും വേണമെന്നില്ല. ആത്മീയമായ അറിവ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരെയും സമസ്ത ജീവജാലങ്ങളെയും ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളായിട്ട് വരണം. കാരണം മൺകട്ടയും സ്വർണവും കാഞ്ചനവും ഒരേപോലെ കാണുന്ന ഒരു മനോഭാവം ഒരു മനുഷ്യനുണ്ടായി കിട്ടിയാൽ ഇവന് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികൾ എന്ന് പറയുന്നത്, ലോഷ്ടാശ്മ കാഞ്ചനം വെച്ചാൽ മൺകട്ടയും സ്വർണവും ഒരേ വീക്ഷണത്തിൽ ഒരേപോലെ തന്നെയാണ് എന്നുള്ള മാനസികമായ നില കൈവരിക്കുന്ന ഒരുത്തൻ തുല്യമതികൾ ശ്രേഷ്ഠമതികൾ തവ മമ ശ്രീരാമൻ വസിക്കുന്ന അത്തരത്തിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണെന്നാണ് പറയുന്നത്. ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ. കർമ്മഫലങ്ങളെ പറ്റി കർമ്മഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മാർജിത കർമ്മമത്രേ ഭൂവി സർവ്വലോകർക്കും സ്വദുഃഖ കാരണമെന്നാണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഈ ഇരിക്കുന്ന, ഇപ്പോൾ ഞാനും ഹരിദാസ് സാറും ഇരിക്കും പോലെ ഈ ജന്മം എടുത്തപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ദുഃഖങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നതല്ലെന്നാണ് രാമായണം പറയുന്നത്. കാരണം പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന സുഖദുഃഖങ്ങളെയാണ്
അന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്നാണ് രാമായണം പറയുന്നത്. മനസ്സിലായി? അത് ചിലപ്പോൾ സത്യമാവാം, ആവാതിരിക്കില്ല എന്ന് ഞാൻ പറയില്ല, സത്യമാവാം. അത് ജ്ഞാനം കൊണ്ട് എഴുത്തച്ഛൻ നേടിയെടുത്ത സിദ്ധിയാണത്. മനസ്സിലായി? അത് അദ്ദേഹത്തിനൊക്കെ പോലെയുള്ളവർക്ക് ജ്ഞാനദൃഷ്ടി ഉള്ളവരല്ലേ, അപ്പൊ ജ്ഞാനത്തിൽ കൂടെ നേടിയെടുത്തതാണ് ആ സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റൂല്ലോ രാമായണം. അതാണ് കാര്യം, അല്ല വേറെ ഒന്നും. സാറേ, രാമായണത്തിൽ കുറെ കാണ്ഡങ്ങളുണ്ടല്ലോ സാറേ, സുന്ദരകാന്ഡം, ബാലകാന്ഡം. രാമായണത്തിൽ 6 കാണ്ഡങ്ങളാണ്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, പിന്നെ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഇതിന്റെ ഒരു കാണ്ഡം കൂടെ ഉണ്ട്, കിഷ്കിന്ധാകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, യുദ്ധകാന്ഡം, യുദ്ധകാന്ഡം അവസാനം. അങ്ങനെ 6 കാണ്ഡങ്ങളാണ്. 6 കാണ്ഡങ്ങളായിട്ടാണ് അതിലെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ രാമായണത്തിന്റെ പകുതി സുന്ദരകാന്ഡമാണ് അതിനകത്ത് വരുന്നത്. ബാക്കിയെല്ലാം കാണ്ഡങ്ങൾ ചെറുതാണ്. സുന്ദരകാന്ഡത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാം സാർ. സുന്ദരകാന്ഡം എന്ന് വെച്ചാൽ അതിന്റെ പേര് തന്നെ സുന്ദരകാന്ഡം എന്നല്ലേ പറയും. അത് സുന്ദരമായ കാണ്ഡമാണ്. അത് വായിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. ചങ്ങലയായിട്ടൊക്കെ വരും രാമായണം വായിക്കും. സുന്ദരമായ കാണ്ഡം തന്നെയാണത്. പകുതി രാമായണത്തിന്റെ പകുതി സുന്ദരകാന്ഡം തന്നെയാണ്. സാറേ, നമ്മൾ രാമായണം വായിക്കുമ്പോഴേ നമുക്കൊരു സിനിമ കണ്ട പ്രതീതിയാണ്. എന്താ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിത്രം വരും. ഒരു ചിത്രം നമ്മളിപ്പോ ആദ്യം ബാലകാന്ഡം വരുമ്പോൾ തന്നെ കുട്ടികളായിട്ട് കാണുന്നു, ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ബാലകാന്ഡം കഴിഞ്ഞിട്ട് മറ്റേ ഇതുണ്ടല്ലോ ത്രയംബകം. കാരണം ബ്രഹ്മാവ് കൊടുക്കുന്ന വില്ലുകളാണത്. അതിന് പിനാകം എന്ന് പറയുന്നതാണ്. പിനാകി ശിവന്റെ വില്ലാണ് ത്രയംബകം. മനസ്സിലായില്ലേ? അതാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വില്ല് ഒടിക്കുന്ന ആളിന് സീതയെ കെട്ടിക്കൊടുക്കും. ജനക മഹാരാജാവ് ഇങ്ങനെ ഈ വില്ല് കൊലച്ചാൽ കൊലയ്ക്കുന്നതിന് മാത്രമേ സീതയെ കൊടുക്കാവൂ എന്നുള്ള ഇതൊക്കെ വന്നതുകൊണ്ട് വില്ല് കൊലയ്ക്കാനുള്ള ആളിനെ കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ശ്രീരാമൻ എടുത്ത് കൊലയ്ക്കുന്നതും ഞാനിടുന്നതും അത് ഒടിയുന്നതും. മനസ്സിലായില്ലേ? ശിവന്റെ വില്ല് ഒടിച്ചത് കൊണ്ടാണ്, ഒടിഞ്ഞു പോയത് കൊണ്ടാണ് പരശുരാമൻ വഴി വെച്ച് ചേർക്കുന്ന കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ. എന്നാൽ നീ ശൈവശാപം നീ ഓടിച്ചില്ലേ, എന്നാ വിഷ്ണു ശാപം ഓടിച്ചു നോക്കെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ഗുരുവാണ്, പരശുരാമന്റെ ഗുരുവാണ് ശിവൻ. അപ്പൊ അത് എന്ത് ചെയ്തു, ഇത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോ അങ്ങ് വില്ല് കൊലച്ചു കഴിഞ്ഞപ്പോ ആണ് ചോദിച്ചത്, രാമൻ കൊലച്ച വില്ല് അസ്ത്രം തൊടുത്ത അസ്ത്രത്തിന് ഒരു മാറ്റം വരില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ആണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ തപശക്തിക്ക് മുഴുവനും ഈ അസ്ത്രം പാത്രീഭവിക്കട്ടെ എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപശക്തി മുഴുവനും ഈ അസ്ത്രം കൊണ്ട് അടിച്ചു ഇല്ലാതെയാകും. അങ്ങനെ ഒടുവിൽ പരശുരാമൻ തന്നെ ശ്രീരാമന്റെ കാൽക്കല്ല് വീഴുകയാണ്. അങ്ങനെ തപസ് കംപ്ലീറ്റ് പോയി. എന്ന് വെച്ചാൽ തപസ് ശക്തിയുള്ള ആ ശക്തി മുഴുവൻ ഇദ്ദേഹം ഒരു അസ്ത്രത്തിൽ തീർത്ത് കളഞ്ഞു പോയപ്പോൾ ഇദ്ദേഹം സാക്ഷാംഗം നമസ്കരിക്കേണ്ടി വരും. അതാണ് കാര്യം. ഇപ്പൊ സ്വയം അറിയുക എന്നുള്ളതാണ് രാമായണം കൊണ്ട് വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയുക മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും കൂടെ വേണം. അങ്ങനെ വന്നാൽ മാത്രമല്ലേ തന്നെത്താനെ അറിയുന്നതല്ല, മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരിത്. അങ്ങനെ ഒരു സാമൂഹ്യ ജീവിയല്ലേ. സാമൂഹ്യ ജീവിയാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടും സാത്വികന്മാരുമായിട്ടുള്ള ലയം ഉണ്ടാവണമല്ലോ. അതിലേക്ക് വേണ്ടി പ്രയോജനമുള്ളതാണ് രാമായണം.